ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ് എന്ന് പറയുന്ന പോർഷനാണ്. സിമ്മട്രിക് മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി എന്താണ് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോയിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? എ ട്രാൻസ്പോസ്. For example, A is equal to 1, 1, minus 1, 1, 2, 0, minus 1, 0, 5 ആണെങ്കിൽ A ട്രാൻസ്പോസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1, 1, minus 1, 1, 2, 0, minus 1, 0, 5. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയും എ ട്രാൻസ്പോസും എന്താണ്? ഈക്വൽ ആണ്. Therefore, it is സിമ്മട്രിക് മെട്രിക്സ്. ഇനി സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ മൈനസ് എ ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ ഇസ് ഈക്വൽ ടു 0, 1, minus 2, minus 1, 0, 3, 2, minus 3, 0. ഇതിൻ്റെ എ ട്രാൻസ്പോസ് എഴുതിക്കുക. എ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു 0, 1, minus 2, minus 1, 0, 3, 2, minus 3, 0. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൈനസ് ഉള്ളതെല്ലാം പോസിറ്റീവായി, പോസിറ്റീവ് ഉള്ളതെല്ലാം എന്തായി? നെഗറ്റീവായി. Therefore, that is equal to minus a. It is skew symmetric matrix. ഇനി നമുക്ക് ഏതൊരു മെട്രിക്സിനെയും തരുന്ന ഏതൊരു മെട്രിക്സിനെയും രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാനായിട്ട് പറ്റും. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ രണ്ട് മെട്രിക്സിൻ്റെ പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അതിൽ പി എന്ന് പറയുന്നത് സിമ്മട്രിക് മെട്രിക്സും ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും ആയിരിക്കും. പി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ഇസ് ഈക്വൽ ടു 2, minus 2, 3, 5, 4, 2, 1, minus 1, 2. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. പി കണ്ടുപിടിക്കുന്നത് പി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഫസ്റ്റ് എ ട്രാൻസ്പോസ് എഴുതാം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 2, minus 2, 3, 5, 4, 2, 1, minus 1, 2. Is equal to half into a plus a transpose, that is half into 2 plus 2, 4, minus 2 plus 5, 3, 3 plus 1, 4, 5 plus minus 2, 3, 4 plus 4, 8, 2 plus minus 1, 1, 1 plus 3, 4, minus 1 plus 2, 1, 2 plus 2, 4. ഓരോന്നിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 4/2, 2, 3/2, 4/2, 2, 3/2, 8/2, 4, 1/2, 2, 1/2, 2. ഇത് പി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 minus 2, 0, minus 2, minus 5, minus 7, 3 minus 1, 2, 5 minus minus 2, 7, 4 minus 4, 0, 2 minus 1, 3, 1 minus 3, minus 2, minus 1 minus 2, minus 3, 2 minus 2, 0. ഹാഫ് എടുക്കുമ്പം
0/2 0, minus 7/2, 2/2 1, 7/2, 0/2 0, 3/2, minus 2/2 minus 1, minus 3/2 0. പിയും ക്യൂവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 + 2 0 is equal to 2. 3/2 plus minus 7/2 is equal to minus 4/2, that is equal to minus 2. 2 plus 1 is equal to 3. 7/2 plus 3/2 is equal to 10/2, that is equal to 5. 4 plus 0 is equal to 4. 1/2 plus 3/2 is equal to 4/2, that is equal to 2. 2 plus minus 1 is equal to 1. 1/2 plus minus 3/2 is equal to minus 2/2, that is equal to minus 1. 2 plus 0 is equal to 2. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ ഏതിന് കറസ്പോണ്ടിങ് ആൻസർ തന്നെ വന്നു, എ തന്നെ വന്നു. അങ്ങനെയാണ് നമ്മൾ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് ഒരു മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.